ഹലോ ഗൈസ്, എവിടേക്കാണ് ഈ രാവൾച്ചത്ത് പോണതെന്നല്ലേ? മത്തൻ്റെ എല്ലാം പറിക്കാണ്. ചന്ദ്രേട്ടാ മൺചേച്ചിയെന്ന് ഞാൻ നീട്ടി വിളിച്ചിട്ട് ആരും കേൾക്കണില്ല. അപ്പം എന്താട്ടി ഞാൻ വേഗം 2 മത്തൻ്റെ എല്ലാം ഇങ്ങോട്ട് നുള്ളിപ്പോകും. കുറച്ചല്ലേ ഞാൻ നുള്ളിയിട്ടുള്ളൂ കേട്ടോ, കാരണം ചോറിന് ഞാൻ മാത്രമേ ഉള്ളൂ. ഇറച്ചി മീൻ ഇഷ്ടപ്പെടുന്നേക്ക് ഇപ്പം ഇറച്ചി മീൻ അധികം കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഇലകൾ തപ്പി നടക്കലാണ്. കൊണ്ടുവന്ന ഇലകൾ ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം തിരിച്ചോ മറിച്ചോ നോക്കി കഴുകി വാരിയെടുത്തുട്ടോ. എന്നിട്ട് ഇതേപോലെ ഓരോന്ന് പിച്ചെടുത്തു. ചില ആൾക്കാർ ഇത് അരിയണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ചെറുതാക്കി പിച്ചണം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വലുതാക്കി പിച്ചൊരു പാത്രത്തിലിട്ട് കേട്ടോ. എന്നിട്ട് ഇത് താളിക്കാനാണ് കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. ഉപ്പേരി ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല, കാരണം ചെറിയൊരു പരിപാടി ഉണ്ട്, ചേച്ചീനെ കാണാൻ പോകണം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടെന്ന്. അപ്പം നമുക്ക് അതിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് കണ്ടാട്ടോ. ഞാനിടുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മുളകും മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചാലാണ് കേട്ടോ താളിപ്പുകൾ രസം ഉണ്ടാവുള്ളൂ. നടുക ചീന്തി പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. എനിക്ക് കുറേ കഞ്ഞിവെള്ളം ഒഴിക്കണത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ. നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മളെ നുള്ളി വെച്ച മത്തൻ്റെ ഇല അതിലിട്ടിട്ടാണ്ട് ഇളക്കി കൊടുക്കുക. മത്തൻ്റെ ഇലയ്ക്ക് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ 10-15 മിനിറ്റ് വേവിക്കുക. വെന്ത് വരുമ്പം ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതാക്കണം ഞാൻ പോരാൻ നിൽക്കണം. അതുകൊണ്ട് തന്നെ ഭക്ഷണം നേരത്തിന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് കുറച്ച് ചോറും തോന ഉപ്പേരിയും തോന കറിയും 2 കഷ്ണം കാട വരട്ടതും കൂട്ടി ഞാൻ വെട്ടി അങ്ങോട്ട് വിഴുങ്ങിട്ടോ. കാരണം ഇന്ന് വൈകുന്നേരം വരെ ഒന്നും തിന്നാൻ പറ്റൂലേ. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. എപ്പോഴും തിന്നണമെങ്കിൽ ഇപ്പോൾ ഒന്നും തിന്നാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പം വേദി എത്ര വരെ ഉള്ളൂ. ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.